നമ്മൾ ഡെയിലി ചെയ്യുന്ന ഗ്രോസറി പേയ്മെൻറ്റ്സിനും അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പേയ്മെൻറ്റ്സിനും 10% ക്യാഷ് ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന HSBCയുടെ ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഈ ഒരു ഫീച്ചർ കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാർഡല്ല. ഇതിൽ കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മൂവി ഓഫേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, എന്താണ് ഈ കാർഡിനെ യൂണീക്ക് ആകുന്നത്, ഒരു പ്രോ ടിപ്പും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുക. നമുക്ക് ആദ്യമേ തന്നെ ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെ വരുന്നത് നോക്കാം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സാലറിഡ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്കാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇയർലി സാലറി റിക്വയർമെൻറ്റ് വേണ്ടത് 4 ലക്ഷം രൂപയാണ്. അടിയിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്ന ആൾക്കാർക്കാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടിപ്പ് പറയുന്നുണ്ട്. ഈ ഒരു താമസ സ്ഥലത്തല്ല നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടാനായിട്ടുള്ള എലിജിബിലിറ്റി ഈ ഒരു കേസ് കൊണ്ട് മാത്രമാണ് പ്രശ്നം വരുന്നതെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുവഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്നുണ്ട്. 100 രൂപയുടെ ആമസോൺ പേയുടെ വൗച്ചർ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ഈ കാർഡിൻ്റെ ഫീസ് നമുക്ക് നോക്കാം. 999 രൂപ പ്ലസ് GST ആണ് നമുക്ക് ഈ കാർഡിൻ്റെ ഫീസ് വരുന്നത്. ഇയർലി നമ്മൾ 2 ലക്ഷത്തിന് മേലെ ഈ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്പെൻഡ് നമ്മൾ 2 ലക്ഷത്തിന് മേലെ ഉണ്ടെങ്കിൽ നമുക്ക് 999 രൂപ GST വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജോയിനിങ് ആൻഡ് ആനുവൽ ഫീസ് വരുന്നത് 999 പ്ലസ് GST ആണ്. ഈ കാർഡിൻ്റെ കൂടെ നമുക്ക് വെൽക്കം ഓഫറും കൂടി കിട്ടുന്നുണ്ട്. 1000 രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടാനായിട്ട് നമ്മൾ 90 ദിവസത്തിനുള്ളിൽ ഈ ഒരു കാർഡ് വഴി 20,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. HSBCയുടെ ലൈവ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ 20,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. 1000 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കാർഡിൻ്റെ ക്യാഷ് ബാക്കും റിവാർഡ് സിസ്റ്റംസ് ഒക്കെ എങ്ങനെ വരുന്നത് നോക്കാം. 10% ക്യാഷ് ബാക്ക് ആണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ ഡൈനിങ് ആയാലും ഗ്രോസറി പേയ്മെൻറ്റ്സ് ആയാലും ആമസോൺ ഫ്രഷിൽ നമ്മൾ മേടിച്ചു, ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് മേടിച്ചു, സ്വിഗ്ഗിയിൽ നമ്മൾ മേടിച്ചു, സ്വിഗ്ഗി ജീനി വഴി മേടിച്ചു, സൊമാറ്റോ വഴി മേടിച്ചു, ഏത് പ്ലാറ്റ്ഫോമിൽ നമ്മൾ മേടിച്ചാലും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെൻഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 10% ക്യാഷ് ബാക്ക് ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 10% ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെൻഡിന് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പിസ്സ ഹട്ടിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ബർഗർ കിങ്ങിലായാലും KFCയിലായാലും നമ്മൾ ചെയ്യുന്ന ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെൻഡിങ്ങിനാണ് 10% ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഈ ഒരു കാർഡിൻ്റെ യൂണീക്നെസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാർഡ് വഴി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ നമ്മുടെ MCC കോഡ് മാച്ച് ആവുന്നുണ്ടെങ്കിൽ, MCC കോഡ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള MCC കോഡാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റിന് കിടക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിക് ഐറ്റം മേടിച്ചാൽ നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് മെയിനായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കേസ് ഇവരുടെ കസ്റ്റമർ സർവീസിൻ്റെ അടുത്ത് ചോദിക്കാം. ഈ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൽ നമുക്ക് ഈ ഏത് MCC കോഡാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു 100 രൂപയുടെ പർച്ചേസ് അവിടെ നിന്ന് നടത്തുക, ഒരു ഇലക്ട്രോണിക് ഐറ്റം വേണമെങ്കിൽ പർച്ചേസ് നടത്തുക. എന്നുള്ള അടുത്ത മാസത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് അവിടെ ഒരു ക്യാഷ് ബാക്ക് 10% കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഫുഡ് ഐറ്റംസും സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഫുഡ് ഐറ്റംസിൽ ഒരു ഫുഡ് ഐറ്റം നമുക്ക് ഈ ഇലക്ട്രോണിക് ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ ഒരു ഹിഡൻ ട്രിക്കും കൂടി ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ വരുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം 1000 രൂപയാണ് ക്യാഷ് ബാക്ക് ആയിട്ട് ഒരു മാസം കിട്ടുന്നത്. HSBCയുടെ ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ നോക്കുമ്പോൾ മൂവി ഓഫറിൻ്റെ കേസ് എവിടെയും നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണാനായിട്ട് പറ്റില്ല. ബട്ട് ഈ ഒരു കാർഡിൻ്റെ കൂടെ നമുക്ക് മൂവി ഓഫർ വരുന്നുണ്ട്. സാറ്റർഡേയ്സിലാണ് നമുക്ക് ഈ ഓഫർ കിട്ടുന്നത്. ഇതിലൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. സാറ്റർഡേയ്സിൽ 1000-2000 കസ്റ്റമേഴ്സിനാണ് നമുക്ക് ഈ മൂവി ഓഫർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ബൈ 1 ഗെറ്റ് 1 മൂവി ടിക്കറ്റിൻ്റെ സെയിം ഫെസിലിറ്റി തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മളൊരു 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റിൻ്റെ പൈസ 250 രൂപ വരെ നമുക്ക് ഓഫായിട്ട് കിട്ടുന്നുണ്ട്. ബട്ട് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 12 AM ഒക്കെ ആവും, എന്ന് വെച്ചാൽ ഒഫീഷ്യലി ശനിയാഴ്ച ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ ഫസ്റ്റത്തെ 2000 കസ്റ്റമേഴ്സിനാണ് ഈ ഒരു ഓഫർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ആ ഒരു ദിവസം എന്നത്തേക്കാണ് മൂവി ടിക്കറ്റ് വേണ്ടതെങ്കിൽ ആ ദിവസം സെലക്ട് ചെയ്ത് അന്നത്തേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 250 രൂപ വരെ 2 ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റിൻ്റെ പൈസ 250 രൂപ വരെ നമുക്ക് ഓഫറായിട്ട് കിട്ടുന്നുണ്ട്. ഡൈനിങ് ബെനിഫിറ്റും കൂടി ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 50% വരെ ഡൈനിങ്ങിന് നമുക്ക് ഓഫർ ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെലക്റ്റഡ് ആയിട്ടുള്ള 200+ റെസ്റ്റോറൻറ്റ്സിലാണ് നമുക്ക് ഈ ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ കാർഡിൻ്റെ കൂടെ നമുക്ക് ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇയർലി നമുക്ക് 4 എണ്ണം, ക്വാർട്ടറിൽ നമുക്ക് മാക്സിമം 1 എണ്ണമാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 1.5% നമുക്ക് ക്യാഷ് ബാക്സ് ഒക്കെ ബാക്കി ചെയ്യുന്ന നോർമൽ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ അഡ്രസ്സിൻ്റെ കേസ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലേസ് ഈ ഒരു കാർഡിൻ്റെ ഏരിയയിലല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിലേറ്റീവിൻ്റെയോ ഫ്രണ്ടിൻ്റെയോ അഡ്രസ്സ് നമുക്ക് വെരിഫിക്കേഷൻ സമയത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇനി നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സ് ഈ പറഞ്ഞ റെസിഡൻസിൻ്റെ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം കേസിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ റിലേറ്റീവിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മൾ അവിടേക്ക് വെരിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവാറില്ല. ബട്ട് ഇത് 100% വർക്കിംഗ് അല്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് HSBC ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക.